ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മോർണിംഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നെയ്ബേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളുടെ ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഇളം വെയിലൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നാളിങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഫാമിലി കിടപ്പിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടാണ് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നൊരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നത് അത് വേറൊരു പ്രത്യേക സന്തോഷമാണ്. പ്രത്യേകിച്ചും അറബ് കൺട്രീസിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെയാണ്. ഇവിടെ ഇങ്ങനെ വലിയ വലിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, വില്ലകളിൽ. പിന്നെ അതിൻ്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് തക്കാളി, കുറച്ച് ബീൻസ്, പിന്നെ നമ്മുടെ നാട്ടിലുള്ള തുളസി, പിന്നെ പനിക്കൂർക്കയില, ഈ ചീര, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് നട്ടിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് നട്ടിട്ടുണ്ട്. വഴുതന നട്ടിട്ടുണ്ട്. വഴുതന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്നും കിട്ടും. അതിൽ നിന്ന് അത് പെട്ടെന്ന് വളരുന്ന ഒരു പച്ചക്കറി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് വരുമ്പോഴാണ് ഓരോ ചെടികളുടെ സ്വഭാവവും ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫലം കിട്ടുന്നതെന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെടിയൊക്കെ ഒരു സന്തോഷം. ചെടികളായിട്ട് നമ്മൾ അടുത്ത് മിങ്കിൾ ചെയ്യുമ്പോഴത്തേക്കും അവരിലുള്ള ഇമോഷൻസ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന പറയുന്നത്. അതുപോലെ തന്നെ അവർ അത്രയും സന്തോഷത്തോടെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അത് നമുക്കും കുറേയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് പാവലുണ്ട്, പിന്നെ മത്തൻ നട്ടിട്ടുണ്ട്, പിന്നെ വേറെ എന്താണ്, വെള്ളരിക്ക നട്ടിട്ടുണ്ട്. വെള്ളരി കണ്ടോ, പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ പറഞ്ഞ കണക്ക് വഴുതനയാണ് കൂടുതലായിട്ട് എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് വലുതാവും. ഈ വലിയ വഴുതനയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എപ്പോൾ നടണമെന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാം ഒന്ന് നട്ടത്. ഇപ്പോൾ കുറച്ച് ഒരു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നിങ്ങനെ ഓരോരോ വെജിറ്റബിൾസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അവിൽ വിളയിച്ചൊക്കെ കഴിച്ചുകൊണ്ട് ഒരു മൂവിയൊക്കെ കണ്ടു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നേ. ആ ബുക്സ് ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ പോയി. മെട്രോ വഴിയായിട്ടാണ് പോയത്. ശരിക്കും വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മളിലുള്ള ഒരു റീഡിങ് സ്കിൽസൊക്കെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബുക്സ് എടുക്കാം. പിന്നെ അവർ പറയുന്ന ആ ഒരു ടൈമിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും, നീട്ടിയെടുക്കാൻ ടൈം. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് ഖത്തർ ഗവൺമെൻറ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ കുട്ടികളുടെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ വന്നിരുന്ന് വായിക്കുന്നവരുണ്ട്, ബുക്സ് എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ റീഡിങ് സ്കിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവിടെ ഇങ്ങനെ പലതരത്തിൽ റീഡിങ് പോട്ട്സ്, റീഡിങ് സ്റ്റേഷൻസ് അങ്ങനെയുണ്ട്. കുട്ടികൾക്കായാലും വീണ്ടും വന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവർ അവിടെ ചെയ്തേക്കുന്നത്. വീണ്ടും നമ്മൾ കുറച്ച് ബുക്സൊക്കെ എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് മെട്രോയിൽ വഴിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട്. അതൊക്കെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും ഈ ഒരു യാത്ര തന്നെ. നാഷണൽ ലൈബ്രറിയിലോട്ടുള്ളത്, പിന്നെ അവിടെ നിന്ന് തിരിച്ചോട്ടുള്ളതൊക്കെ എന്ന് പറയുന്നത് ഒരുതരം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. കുട്ടികൾക്കൊക്കെ അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ആ ഒരു ദിവസം. പിന്നെ ഖത്തർ മെട്രോ ആയാലും നമുക്ക് ഭയങ്കര ടൈംലി സർവീസാണ്. എപ്പോഴും സർവീസ് ഉണ്ടാവും.
അപ്പോൾ നാഷണൽ ലൈബ്രറിയിലോട്ട് പോകുന്ന മാത്രമല്ല, നമുക്ക് എയർപോർട്ടിലോട്ട് പോകാനായാലും മോൾസിലോട്ട് പോകാനായാലും എല്ലായിടത്തേക്കും മെട്രോ സർവീസ് ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അത് സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പോകുന്നതിന് മുന്നേ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് കൂടെ കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.